ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിംഗ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കണോ? പ്രതീക്ഷിക്കണു. വിലായത് ബുദ്ധ, എന്താണ് അവസ്ഥ? നിങ്ങൾ സിനിമ കണ്ടോ? എന്താണ് നിങ്ങൾക്ക് തോന്നിയത്? എന്തൊക്കെയാണ് നിങ്ങളുടെ ഈ സിനിമയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ? കമന്റ് ബോക്സിൽ പറയൂ. എനിക്കെന്തായാലും സിനിമ വർക്കായി. ആസ് എ പ്രേക്ഷകൻ എനിക്ക് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വിശദമായിട്ട് പറയാം കേട്ടോ സിനിമയെ കുറിച്ചിട്ട്. അതിനു മുമ്പ് എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. എനിക്ക് തോന്നിയ കാര്യമാണ്. എന്റെ ആ തോന്നൽ ശരിയായിക്കോളണം നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം. എന്നാലും ആ തോന്നൽ അങ്ങോട്ട് പറയാം. ആരും ആരും അയ്യപ്പനും കോശിയൊന്നും പ്രതീക്ഷിച്ചിട്ട് ഈ സിനിമ കാണാൻ പോരുത്. പോരുത്. അയ്യപ്പനും കോശി എന്ന് പറയുന്നത് അത് വേറെ ലീഗിൽ നിൽക്കുന്ന ഒരു സിനിമയാണ്. വേറെ റേഞ്ചിൽ നിൽക്കുന്ന, വേറെ ലെവലിൽ നിൽക്കുന്ന ഒരു ഗംഭീര സിനിമയാണ്. അതൊരു ഒന്നൊന്നരായിട്ട് വരുന്നു എല്ലാ രീതിയിലും. കുറെ ആൾക്കാര് എനിക്ക് തോന്നുന്നു അയ്യപ്പനും കോശി അങ്ങനെ ഒരു കൈൻഡ് ഓഫ് സിനിമ ആയിരിക്കും ഇത് എന്നുള്ളൊരു പ്രതീക്ഷ വെച്ചിട്ട് പോകാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. ആ ഒരു സാധ്യതയെ ഒരു തരത്തിലും തള്ളിക്കളയാൻ വേണ്ടിയിട്ട് പറ്റൂല. ഓക്കെ, അത് ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ച് പോകുന്ന ആൾക്കാരോട് മാത്രമായിട്ടാ പറയുന്നത്. ഇപ്പൊ അങ്ങനെ പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തരത്തിലും ഇത് എൻജോയ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ഭയങ്കര നിരാശയായിരിക്കും സമ്മാനിക്കുക എന്നൊന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇപ്പൊ ഇത് പ്രതീക്ഷിച്ച് ഇത് കാണാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അതിനെ അതിൻ്റെതായ രീതിയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുമായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. ബട്ട് അയ്യപ്പനും കോശി അതിൽ നിങ്ങൾക്ക് അറിയാം, ഈഗോ ക്ലാഷ് ഇതിന്റെ അകത്താണെങ്കിലും ഈഗോ ക്ലാഷ് പരിപാടിയാണെന്നുള്ളൊരു തോട്ട് ആൾക്കാരുടെ ഉള്ളിലുണ്ട്. അപ്പോ അയ്യപ്പനും കോശി പോലെ ആയിരിക്കും ഇത് എന്നുള്ളൊരു വല്ലാത്ത എക്സ്പെക്ടേഷൻ വെച്ച് ഈ സിനിമ കാണാൻ പോവുക എന്ന് പറയുന്നത് അത് വലിയൊരു റിസ്ക് ആണ് ആക്ച്വലി. അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ നിങ്ങൾക്ക് വേണ്ട. അത് മനസ്സിന്റെ അകത്ത് ഉണ്ടെങ്കിലുള്ള കാര്യം പറയണം. ഉണ്ടെങ്കിൽ അത് അങ്ങനെ എടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. അയ്യപ്പനും കോശി ഇത് എവിടെ നിൽക്കുന്ന സാധനമല്ലേ, അത് അവിടെ നിന്നോട്ടെ. അത് ആര് ചെയ്തതാ? സച്ചി, ദ ഓൺ ആൻഡ് ഓൺലി സച്ചി. അയാൾ വലിയൊരു നഷ്ടം തന്നെയാ, വലിയൊരു നഷ്ടം തന്നെയാണ്. അത് ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത് വേറെ ലെവലാണ്, അത് പറയാതിരിക്കാൻ വയ്യ. അപ്പൊ അതവിടെ ഇരുന്നോട്ടെ ഏട്ടാ, അതവിടെ ഇരുന്നോട്ടെ. അപ്പൊ അത് മനസ്സിന്ന് കളയുക. ഇനി വിലായത് ബുദ്ധയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അതൊരു ഗംഭീര സിനിമയാണ്, അല്ലെങ്കിൽ ഓറഞ്ച് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ നന്നായി എൻജോയ് ചെയ്ത് കണ്ടൊരു സിനിമയാണ് വിലായത് ബുദ്ധ. ഫ്ലോസ് ഒബ്വിയസ്ലി ഉണ്ട് സിനിമയ്ക്കകത്ത്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഫ്ലോസ് ഉണ്ട്. പക്ഷെ ആ ഫ്ലോസ് ഒന്നും ഞാൻ അങ്ങനെ എടുത്തു പറയാൻ താല്പര്യപ്പെടുന്നില്ല. ബിക്കോസ് ഞാൻ പലപ്പോഴും ഫ്ലോസ് എടുത്ത് പറയാറുള്ളത് എന്റെ ആസ്വാദനത്തിനെ ബാധിച്ചിട്ടുണ്ടാവണം. എന്റെ ആസ്വാദനത്തിനെ ബാധിച്ചാൽ മാത്രമാണ് ആ ഫ്ലോസിനെ ഞാൻ എടുത്തു പറയാറുള്ളത്. അപ്പോൾ എന്തായാലും എന്റെ ആസ്വാദനത്തിനെ ബാധിച്ചിട്ടുള്ള കൈൻഡ് ഓഫ് ഫ്ലോസ് അതിന്റെ അകത്ത് ആക്ച്വലി ഉണ്ടായിരുന്നില്ല. ഞാൻ എൻജോയ് ചെയ്തിട്ടാണ് കണ്ടത്. എൻഗേജിങ് ആയിട്ട് ഞാൻ എൻജോയ് ചെയ്തിട്ടാണ് ഇത് കണ്ടുകൊണ്ടിരുന്നത്. ഏകദേശം 2.25 മണിക്കൂറോളം ഉണ്ട്. ബട്ട് ആ ദൈർഘ്യമൊന്നും എനിക്ക് മാറ്റർ ആയിരുന്നില്ല. എനിക്കിത് ഇഷ്ടപ്പെട്ടു, നൈസ് ആയിട്ടുണ്ടത്. അയ്യോ, ഞാന് ഈ സിനിമയുടെ ഡയറക്ടർ ഫസ്റ്റ് സിനിമയാണത്. കൊള്ളാട്ടോ ഭായി, നന്നായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളെ തെറ്റുകുറ്റം നിങ്ങളെ ചെറുതാക്കി പറഞ്ഞതല്ല, തുടക്കത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങളെ കുറച്ച് പറഞ്ഞ പോലോട്ടോ, അങ്ങനെ വിചാരിക്കണ്ട. അത് പ്രേക്ഷകരെടുത്ത് ഞാനത് പറയാൻ കാരണം അയ്യപ്പനും കോശി പോലൊരു കൈൻഡ് ഓഫ് സാധനം പ്രതീക്ഷിച്ച് ഇതിന് വന്നിട്ട് കംപ്ലീറ്റ്ലി നിരാശയോടുകൂടി മടങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. ആ മാറ്റർ പറയേണ്ടതായത് കൊണ്ട് പറഞ്ഞതാണ്. നിങ്ങളെ മോശമായിട്ട് പറഞ്ഞതല്ല. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫസ്റ്റ് സിനിമയാണത്. പക്ഷെ അതിൻ്റെതായ ഭയങ്കര ഫ്ലോസോ അല്ലെങ്കിൽ ഭയങ്കരമായ എന്താ പറയാ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇതിൻ്റെ അകത്ത് ആക്ച്വലി ഉണ്ടായിരുന്നില്ല. നിങ്ങൾ നല്ല നല്ല മൊമെന്റ്സ് ഇതിന്റെ അകത്ത് ആക്ച്വലി എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല നല്ല സീൻസ് ഇതിന്റെ അകത്ത് ആക്ച്വലി ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് തിയേറ്ററിൽ പോയിട്ടിരുന്ന് കാണാനുള്ള സ്റ്റഫ്സ് ഇതിന്റെ അകത്ത് ആക്ച്വലി ഉണ്ട്. ഒരു തരത്തിൽ ബോറടിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം ആസ് എ പ്രേക്ഷകൻ എനിക്ക് ആക്ച്വലി തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഫസ്റ്റ് ഹാഫ് ഒക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് കിടിലൻ എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റ് ഹാഫ് ഒക്കെ ആക്ച്വലി തന്നത്. കിടിലൻ എക്സ്പീരിയൻസ് ആണ് എനിക്ക് തന്നത്. നല്ല രസമായിരുന്നു. എനിക്കെന്തോ പഴയ ഒരു മാസ് പടങ്ങളൊക്കെ കാണുന്ന ഒരു ഫീൽ ആയിരുന്നു. അല്ലെങ്കിൽ പഴയ ഒരു കൈൻഡ് ഓഫ് നമ്മൾ മിസ് ചെയ്യുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത്തരത്തിലുള്ള ചില സിനിമകളൊക്കെ കണ്ട ഫീൽ ആയിരുന്നു എനിക്ക് ആക്ച്വലി മൊത്തത്തിൽ ഈ ഒരു സിനിമ കണ്ട സമയത്ത്. എനിക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ കൈൻഡ് ഓഫ് സിനിമകൾ കാണാൻ. സോ ആ രീതിയിൽ ആയതുകൊണ്ട് തന്നെ ആസ് എ പ്രേക്ഷകൻ ഐ എൻജോയ്ഡ് ദിസ് മൂവി. എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിന്റെ അകത്ത് അതാ ഞാൻ പറഞ്ഞത്, ഇതിന്റെ അകത്ത് ഫ്ലോസ് ഉണ്ട്. പക്ഷെ അത് ആസ്വാദനത്തിനെ ബാധിക്കുന്ന ഒരു ഫ്ലോസ് ആയിട്ട് എനിക്ക് ആക്ച്വലി തോന്നിയില്ലെന്നേ. ഇതിന്റെ അകത്ത് കുറെ ഡയലോഗ്സ് ആയിക്കോട്ടെ, ആ ഡയലോഗ് പ്രസന്റ് ചെയ്തിരിക്കുന്ന ആയിക്കോട്ടെ, ഇപ്പൊ വിഷ്വലി ഇപ്പൊ ഇതിന്റെ അകത്തുള്ള ലൊക്കേഷൻസ് ആയിക്കോട്ടെ, അതെല്ലാം കുറെ മൊമെന്റ്സ്, കുറെ എന്താ പറയാ, കുറെ സീൻസ് ഇതിന്റെ അകത്ത് വളരെ എന്റർടൈനിങ് ആണ്.
കുറെ സീൻസ് ഇതിന്റെ അകത്ത് ആക്ച്വലി ഗംഭീരമായിട്ട് ആക്ച്വലി വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കുറെ ഭാഗങ്ങൾ ആക്ച്വലി ഉള്ളത് കൊണ്ട് തന്നെ ഇതിങ്ങനെ തിയേറ്ററിന്റെ അകത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം തരുന്നുണ്ട്. ഇതൊരിക്കലും എന്താ പറയാ, ഇത് OTT കണ്ടാൽ മതി, തിയേറ്ററിൽ പോയി കാണാനുള്ള ഒന്നും ഇല്ല എന്ന് അങ്ങനെ ഒരു പറയാൻ തോന്നുന്ന ഒരു സ്റ്റഫായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതെന്തായാലും തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കണ്ടു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് തന്നെയാണ് ആസ് എ പ്രേക്ഷകൻ എനിക്ക് തോന്നിയത് കേട്ടോ. ഇതിന് നേരെ ഓപ്പോസിറ്റ് അഭിപ്രായമുള്ള ആൾക്കാരുണ്ടാവും, ആയിക്കോട്ടെ, അതിനെ ഞാൻ 100% മാനിക്കുന്നു. നിങ്ങളൊന്നും കുറ്റം പറയുന്നില്ല, നിങ്ങൾ എന്നെയും കുറ്റം പറയാൻ വരാതിരിക്കുക. ഇത് എന്റെ ആസ് എ പ്രേക്ഷകൻ, എനിക്കും എന്റെ കാഴ്ചപ്പാടുകളുണ്ട്, എന്റെ ആസ്വാദന ശൈലികളും രീതികളും, എന്റെ അപ്രോച്ച് ചെയ്യുന്ന രീതികളും എനിക്ക് എന്റേതായ സംഗതികളുണ്ട്. അപ്പൊ ഞാൻ ആ രീതിയിൽ ഈ സിനിമേനെ അപ്രോച്ച് ചെയ്ത രീതി വെച്ച് എനിക്കിത് എന്തായാലും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി പറ്റിയിട്ടുണ്ട്. ഞാൻ എൻഗേജിംഗ് ആയിട്ട് കണ്ടു തീർത്തൊരു സിനിമയാണ് വിലായത്ത് ബുദ്ധ. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് ഹാഫ് ആണ്. സെക്കൻഡ് ഹാഫ് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, ബട്ട് ഫസ്റ്റ് ഹാഫ് പട്ട എന്ന് പറഞ്ഞ് പോയ പോലെ തോന്നി. സെക്കൻഡ് ഹാഫിന്റെ അകത്ത് എനിക്ക് അത്ര എൻഗേജിംഗ് ആയിട്ട് തോന്നിയില്ല. ബട്ട് ഓവറോൾ ദ മൂവി ഈസ് ഗുഡ്, സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു സിനിമ തന്നെയാണ്. എന്തായാലും ഡയറക്ടർ ഓൾ ദ ബെസ്റ്റ്. പിന്നെ എടുത്തു പറയേണ്ടത് ജേക്സ് ബിജോയ്, മോനെ കിട്ടില്ല സാധനം. അതാ ഞാൻ പറയുന്നത്, ചില സിനിമകളെയൊക്കെ കൂടുതൽ എന്താ പറയാ, വിഷ്വലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. ഒരു സിനിമയെ എൻഗേജിങ് ആക്കുന്ന വിഷ്വലി ആയിക്കോട്ടെ, മ്യൂസിക്കിനായിക്കോട്ടെ. ഇപ്പൊ ജേക്സ് ബിജോയ് ഒക്കെ ഇതിന്റെ അകത്ത് ചെയ്തു വെച്ചിരിക്കുന്ന സാധനം കിട്ടു മ്യൂസിക്കാണ്, കിട്ടു സാധനങ്ങൾ, ബാക്ക്ഗ്രൗണ്ട് സാധനങ്ങളൊക്കെ കിട്ടു സാധനങ്ങളാണ്. പൊളി, ജേക്സ് ബിജോയ് പൊളി. പിന്നെ ഇനി പെർഫോമൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഷമ്മി തിലകന്റെ പെർഫോമൻസ് ആണ്. കിട്ടിലൻ ക്യാരക്ടർ, കിട്ടിലൻ പെർഫോമൻസ്. എന്നാ നടികൻ എന്ന് പറഞ്ഞാൽ കിട്ടിലൻ നടികൻ, പറയേണ്ട കാര്യമൊന്നുമില്ല. മൂപ്പര് കിടിലൻ നടികനാണെന്നുള്ളത് നമുക്ക് ആക്ച്വലി അറിയാം. അപ്പൊ നമ്മൾ എടുത്തെടുത്ത് ആള് അടിപൊളിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഈ സിനിമയ്ക്കകത്ത് എനിക്ക് കണ്ടപ്പോ തിലകൻ ചേട്ടനെ പോലെയൊക്കെ തോന്നി. പ്രത്യേകിച്ച് ഇതിന്റെ അകത്ത് നരച്ചിട്ടുള്ള, അതായത് കുറച്ച് വയസ്സായിട്ടുള്ള ആ സംഭവം കാണിക്കുന്നിടത്ത് എനിക്ക് തിലകൻ ചേട്ടന്റെ ഒരു ഇതൊക്കെ എനിക്ക് ആക്ച്വലി തോന്നിയായിരുന്നു. അതിന് ഇമോഷണൽ സാധനം കൂടി ആക്ച്വലി ഉണ്ട്. ഇതിനകത്ത് പുള്ളി കിട്ടിലായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ. കിട്ടില്ല പെർഫോമൻസ് പൊളി. ഷമി തുലകൻ ചേട്ടൻ പൊളി. ഇതിന്റെ അകത്ത് ഫസ്റ്റ് സീന് ഷമി തുലകൻ ചേട്ടനെ കാണിക്കുന്ന സീന് തന്നെ സീനാണ്. മാസ് സീന്. അത് കഴിഞ്ഞിട്ട് പെർഫോമൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിന്റെ അകത്ത് ഒറ്റ ഷോട്ട് ഡയലോഗ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ പൊളിയാണ്, നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിലേ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതെന്ത് പുള്ളി എന്ത് ഡയലോഗ് ഡെലിവറിയാ, അതാണ് കലാകാരൻ എന്നൊക്കെ പറയുമ്പോഴേ എന്ത് കിട്ടലും ഡയലോഗ് ഡെലിവറി, ഒരു ഇതുണ്ട് അയാൾക്ക്. പിന്നെ ഇതിന്റെ അകത്ത് ഇതിനകത്തൊരു വൃത്തികെട്ട സീനുണ്ട്. വൃത്തികെട്ട സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സീന് പുള്ളി കിടലായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു വൃത്തികെട്ട സീൻ കാണുമ്പോൾ നമുക്കാണെങ്കിലും എന്നുള്ളൊരു ഫീൽ ആക്ച്വലി തോന്നും. അതൊക്കെ പുള്ളി ചെയ്ത്, മനസ്സിലായ, അതൊക്കെ പുള്ളി ചെയ്തു. അതേപോലെ ലാസ്റ്റ് ഒരു സീനുണ്ട്, ലാസ്റ്റ് സെക്കൻഡ് ഹാഫിന്റെ അകത്തേക്കൊക്കെ വരുന്ന സമയത്ത് ഒരു സീനുണ്ട്. പുള്ളി കിടന്നിട്ടൊക്കെ ഉള്ളൊരു സീനാണ്, മണ്ണിൽ കിടന്നിട്ടൊക്കെ ഉള്ളൊരു സീനൊക്കെയാണ്. പുള്ളി പെർഫോമൻസ് ആയിരുന്നു അതിൻ്റെ അകത്ത്, കിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, ഇതിന്റെ അകത്ത് പെർഫോമൻസ് കൊണ്ടാണെങ്കിലും, എന്താണ് പറയുക, മ്യൂസിക് കൊണ്ടാണെങ്കിലും, അല്ലെങ്കിൽ ചില ഡയലോഗ്സ്, അല്ലെങ്കിൽ ചില മൊമെന്റ്സ് ഒക്കെ ആക്ച്വലി ഉണ്ട്. അപ്പൊ ഇതെല്ലാം അതാ ചില ഫ്ലോസിനെയൊക്കെ കവർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ഈ ഞാൻ പറഞ്ഞ ഫാക്ടേഴ്സ് ഒക്കെ. അതുകൊണ്ട് തന്നെയാണ് ഇത് തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് സിനിമയായിട്ട് എനിക്ക് തോന്നി എന്ന് ഞാൻ പറയാൻ കാരണം, അല്ലെങ്കിൽ ഞാൻ എൻജോയ് ചെയ്തു എന്ന് പറയാൻ കാരണം ഇത്തരത്തിലുള്ള ചില ഫാക്ടേഴ്സ് കൊണ്ടാണ്. പെർഫോമൻസ് ഓൾസോ മാറ്റേഴ്സ്. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ, എനിക്ക് ഇതിനകത്തൊരു കുറവായിട്ട് പറഞ്ഞാൽ ആസ്വാദനത്തിനെ ബാധിക്കുകയല്ല, ബട്ട് ഒരു കുറവായിട്ട് തോന്നിയത് പുള്ളിയുടെ മേക്കപ്പ് ആണല്ലോ. അത് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് കരി തേച്ച് കൊടുത്തതാണ് എന്നുള്ളൊരു സംഗതി. അതെന്ത് പരിപാടിയാണ്, ഇത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ലേ? അത് എനിക്ക് അറിയാത്തതുകൊണ്ട് ചോദിക്കുന്നതാണ്. അത് എനിക്ക് നേരം ഫ്ലോ ആയിട്ട് അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. ആ ഒരു മേക്കപ്പ് ഇത്ര സുഖമില്ല, കരി തേച്ച് കൊടുത്തതാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്നുണ്ട്. അപ്പൊ അത് പോട്ടെ, അതൊരു നെഗറ്റീവായിട്ട് തോന്നി. ബട്ട് പുള്ളിയുടെ പെർഫോമൻസ് വാസ് ഗുഡ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പുള്ളിയുടെ മാനറിസംസും. പുള്ളിനെ കുറെ ട്രോളിട്ടൊക്കെ ഉണ്ട് മുമ്പ് ആൾക്കാർ, അങ്ങനെ ആർട്ടിഫിഷ്യൽ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. മുമ്പ് പലപ്പോഴും എനിക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടൊക്കെ ആക്ച്വലി തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പൊ ഈ സിനിമയ്ക്കകത്ത്, അല്ലെങ്കിൽ ആട് ജീവിതം, ഇപ്പൊ ലാസ്റ്റ് ഒക്കെ വന്ന പുള്ളിയുടെ മലയാളം ഉണ്ടല്ലോ, ഇപ്പൊ ഡ്രൈവിംഗ് ലൈസൻസ്, അത്തരത്തിലുള്ള സിനിമകളൊന്നും എനിക്ക് അങ്ങനെ ആർട്ടിഫിഷ്യൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് പുള്ളിയുടെ പെർഫോമൻസ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. ഞാൻ ആസ് എ പ്രേക്ഷകൻ എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമായിട്ടാണ് പറയണത്. എനിക്ക് പുള്ളിയുടെ മാനറിസംസ്, അല്ലെങ്കിൽ പുള്ളിയുടെ എനിക്ക് രസമാണ് അയാളെ കണ്ടിരിക്കാൻ, അല്ലെങ്കിൽ അയാളുടെ പെർഫോമൻസ് കണ്ടിരിക്കാൻ രസമായിട്ടാണ് എനിക്ക് തോന്നി. ഇപ്പൊ ഈ സിനിമയ്ക്കകത്തൊക്കെ ഒരുപാട് ബെറ്ററാണ്, ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത്. ഇതിനകത്ത് കിട്ടുമായിട്ട് തന്നെ ഞാൻ പറയാം കേട്ടോ.
പുള്ളിയോട് വിരോധമുള്ള ആൾക്കാരുണ്ടാവും, അതെന്തോ നിങ്ങൾ വിചാരിച്ചോ. എനിക്ക് ആസ് എ പ്രേക്ഷകൻ ഇതിൻ്റെ അകത്ത് അയാളുടെ പെർഫോമൻസ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. നല്ല സ്വാഗ് ഉണ്ട് പുള്ളിക്ക്, അത്യാവശ്യം നല്ല സ്വാഗ് ഉണ്ട്. ആ ക്യാരക്ടറോട് നീതി പുലർത്തി എന്ന് തന്നെയാണ് എനിക്ക് ആക്ച്വലി കണ്ടപ്പോൾ തോന്നിയത്. കിടുവായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി. ഫൈറ്റ് ഒക്കെ ആണെങ്കിലും പൃഥ്വിരാജൊക്കെ പണ്ടേ നമുക്ക് അറിയാം ഫൈറ്റ് ചെയ്യുന്ന ഒരു ആക്ടറാണ്. ഇതിന്റെ അകത്ത് കിടിലൻ, ഇതിന്റെ അകത്ത് റോട്ടിൽ വെച്ചിട്ടൊരു ഫൈറ്റ് ഉണ്ട്, കിടിലൻ ഫൈറ്റ് ആയിരുന്നു അത്. അത് വന്ന് ഇറങ്ങി കൊട്ടുക്കണ കൊട്ടുക്കൽ തന്നെ രസമായിട്ടാ കാണാൻ തന്നെ നല്ല. അതാ ഞാൻ പറഞ്ഞത്, അതൊക്കെ മേക്ക് ചെയ്ത് നല്ല രസത്തിൽ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കിടുവായിട്ട് വന്നിട്ടുണ്ട്, പൃഥ്വിരാജ് കിടുവായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഫൈറ്റ് സീക്വൻസ് ഒക്കെ പൊളിയായിട്ട് വന്നിട്ടുണ്ട്. എനിക്കത് ഇഷ്ടപ്പെട്ടു. പിന്നെ അതിൽ പുള്ളി ബീഡിയൊക്കെ വലിക്കുന്ന സീനും പരിപാടിയൊക്കെ രസം, അടിപൊളിയാണ്. പിന്നെ അയ്യോ പുള്ളിക്കാരുടെ പേര് ഞാൻ ഓർമ്മയില്ല, എന്താണ്, അയ്യോ 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 നടി 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 അവരുടെ പേര് അയ്യോ പേര് ഞാൻ മറക്കാൻ പാടില്ല. സമൃദ്ധ എന്താണ് ആ പുള്ളിക്കാരി, ഐ എം സോറി പെട്ടെന്ന് നാവില് വരുന്നില്ലടോ, എനിക്ക് പേര് ഓർമ്മയുണ്ട് പക്ഷെ പെട്ടെന്ന് നാവില് വരുന്നില്ല ആ സാധനം. അവര് കിടുവായിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത്. മറ്റേ മിന്നൽ വള, ആ പാട്ട് ആ സിനിമ വന്ന സമയത്ത് ഭയങ്കരമായിട്ട് വിമർശനങ്ങൾ നേരിട്ടൊരു നടിയാണ് അവര്. പക്ഷെ ഇതിന്റെ അകത്തേക്ക് വരുന്ന സമയത്ത് എനിക്ക് അവരോട് ഐ റെസ്പെക്ട് ഹെർ ആസ് ആൻ ആക്ടർ. കാരണം ഇങ്ങനെ ഒരു ക്യാരക്ടർ, ഇതിന്റെ അകത്തുള്ള കുറെ കാര്യങ്ങൾ അവർ ചെയ്യാൻ ധൈര്യം കാണിച്ചു. അറ്റ്ലീസ്റ്റ് ധൈര്യം കാണിച്ചു, അവരത് ചെയ്തു. അവർ തന്നെ അവരുടെ ഒരു ഇന്റർവ്യൂവിന്റെ അകത്ത് ആക്ച്വലി പറയുണ്ടായിരുന്നു, അവരുടെ കംഫർട്ട് സോണെന്ന് വിട്ടിട്ടുള്ളൊരു ക്യാരക്ടർ പെർഫോമൻസ് ആണ് ഇതിന്റെ അകത്ത് എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തായാലും കറക്റ്റാ, ഇതിന്റെ അകത്ത് കണ്ടപ്പോൾ എനിക്ക് തോന്നി നന്നായി ചെയ്തിട്ടുണ്ട്. കിടു പെർഫോമൻസ് ആയിരുന്നു അവരുടെ ആണെന്നുണ്ടെങ്കിൽ. എനിക്ക് ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ പരിപാടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കിടിലൻ കോമ്പിനേഷൻ ആയിരുന്നു പൃഥ്വിരാജും ഈ പുള്ളിക്കാരി തമ്മിൽ. ഐ എം സോറി കേട്ടോ, എനിക്ക് പേര് പെട്ടെന്ന് കിട്ടുന്നില്ല, ഐ എം സോറി. പക്ഷെ നിങ്ങളെ പേര് പറയണം, അല്ലെങ്കിൽ മോശമാണ്, എനിക്ക് അറിയാം. നിങ്ങൾ പൊളിയായിട്ടുണ്ട് ആക്ച്വലി. എനിക്ക് ക്രിഞ്ചായിട്ടൊന്നും ആക്ച്വലി തോന്നിയിട്ടില്ല. നിങ്ങളുടെ തമ്മിലുള്ള കോമ്പിനേഷൻ അടിപൊളിയായിട്ട് തന്നെയാണ് തോന്നിയത്. ഇത് മാത്രമല്ല അവർക്ക് മാസമായിട്ടുള്ള സീൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്, പൊളിയാണ്. ഇവര് ജീപ്പിന്റെ അകത്തു നിന്നൊക്കെ ഇറങ്ങി വന്നിട്ട് രണ്ട് കിഴങ്ങന്മാരുടെ അടുത്ത്, കിഴങ്ങന്മാർ പറഞ്ഞ ക്യാരക്ടേഴ്സിനെ പറഞ്ഞ രണ്ട് കിഴങ്ങന്മാരുടെ അടുത്ത് ഡയലോഗ് അടിക്കുന്ന സീനൊക്കെ ഉണ്ട്. നല്ല പവറായിട്ട് വന്ന് നിന്നിട്ട് ഇങ്ങനെ കട്ടയ്ക്ക് വന്ന് നിന്നിട്ട് ഡയലോഗ് അടിക്കുന്ന സീനൊക്കെ ഉണ്ട്. അവരുടെ ഒരു ചവിട്ട് സീനൊക്കെ ഉണ്ട് കേട്ടോ. അവരുടെ മാസ് പരിപാടികളൊക്കെ ആക്ച്വലി ഉണ്ട്. അതൊക്കെ വളരെ കൺവിൻസിങ് ആയിട്ട് വന്നിട്ട്. ഇപ്പൊ ചില സമയത്തൊക്കെ ഇവരുടെയൊക്കെ ആക്ഷൻ കാണുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ക്രിഞ്ചായിട്ട്, ഇപ്പൊ മറ്റേ ബൊഗേൻ വില്ലയിലൊക്കെ ലാസ്റ്റത്തെ സീനൊക്കെ കണ്ട സമയത്ത് കുറെ ആൾക്കാർക്ക് ഒരു ക്രിഞ്ചും അല്ലെങ്കിൽ ഒരു കോമഡി ആയിട്ടൊക്കെ ആക്ച്വലി തോന്നുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ അകത്ത് വരുന്ന സമയത്ത് ഇതിന്റെ അകത്ത് മാസ് അല്ലെങ്കിൽ ഒരു അത്തരത്തിലുള്ള ഒരു പരിപാടിയൊക്കെ ചെയ്യുന്ന സമയത്ത്, റോ ആയിട്ടുള്ള പരിപാടിയൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ കോമഡി ആയിട്ട് ആക്ച്വലി വന്നിട്ടില്ല. അത് നന്നായിട്ട് തന്നെ എടുത്തും വെച്ചിട്ടുണ്ട്. അത് അവർ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അവരുടെ ക്യാരക്ടർ അങ്ങനെയാണ് കേട്ടോ. അവരുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് മറ്റേ എന്താണ്, ശ്രീവല്ലിയായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല പുഷ്പയത്തെ, അത് വേറെ. ഇതിന്റെ അകത്ത് ഇവർക്കൊരു ക്യാരക്ടർ ഉണ്ട്, അവർക്കൊരു ഐഡന്റിറ്റി ഉണ്ട്, അവർക്കൊരു സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞ സാധനം ആക്ച്വലി ഉണ്ട്. ഓവറായിട്ട് അങ്ങോട്ട് പണ്ടുന്ന പരിപാടിയൊന്നുമല്ല. ഇതിന്റെ അകത്ത് ഇവർക്ക് അവരുടെ ആ ഒരു ക്യാരക്ടറിന്, ആ ഒരു ക്യാരക്ടറിൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയാ, അതിനൊരു ഡെഫിനിഷൻ ആക്ച്വലി ഉണ്ട്. അത് അവരെന്തായാലും അതിനനുസരിച്ചിട്ട് തന്നെ കൃത്യമായിട്ട് നന്നായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പൊളി, അത് പൊളിയായിട്ട് വന്നിട്ടുണ്ട്. അവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആരാണ് പെർഫോമൻസിന്റെ കാര്യത്തിൽ ഇവര് തന്നെ, ഷമ്മി തിലകൻ ചേട്ടൻ, പൃഥ്വിരാജ്, നടി. അയ്യോ നടിയുടെ പേരെന്താണ് മാൻ, നടിയുടെ പേരെന്താ, സംയംന കിട്ടുന്നില്ല. ശരി പോട്ടെ, ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് ഞാൻ മെനക്കെട്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നില്ല, ഞാനും കേൾപ്പിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പൊ ഇതാണ് എനിക്ക് വിലായത് ബുദ്ധിയെ കുറിച്ചിട്ട് പറയാനുള്ളത്. എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് വർക്കായി. ഓഫ് കോഴ്സ് സിനിമയ്ക്കകത്ത് ചില ഫ്ലോസും കാര്യങ്ങളൊക്കെ ആക്ച്വലി ഉണ്ട്. പക്ഷെ അതങ്ങനെ എന്റെ ആസ്വാദനത്തെ ബാധിക്കുക, അല്ലെങ്കിൽ എന്നുള്ളൊരു സാധനം കൊണ്ടുവരിക, അല്ലെങ്കിൽ എന്റെ കാണുന്നതിന്റെ ഒരു ഫ്ലോവിനെ ബാധിക്കുക, അങ്ങനത്തെ ഒരു സാഹചര്യം ഒന്നും ആക്ച്വലി ഉണ്ടായിട്ടില്ല. എന്റെ ആസ്വാദന രീതി ഇങ്ങനെയാണ്, എന്റെ അപ്രോച്ച് ഇങ്ങനെയാണ് സിനിമയെ. അപ്പൊ എനിക്ക് പിന്നെ ഇതിന്റെ അകത്ത് കുറെ സീൻസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ അകത്ത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഇതിന്റെ അകത്ത് ഓഫ് കോഴ്സ് എന്താണ്, ഇവര് തമ്മിലുള്ള റൊമാൻസും സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിനെയല്ല സീൻസ് എന്ന് പറയുന്നത്. ആ സീൻസ് ഞാൻ എൻജോയ് ചെയ്തു, കൊള്ളാം. പക്ഷെ അതല്ലാതെ തന്നെ ഇതിന്റെ അകത്ത് എന്താണ്, ഡബിൾ മോഹൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ കാണിച്ചിരിക്കുന്നതും അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഉള്ള കുറെ സീൻസ് ഒക്കെ ഉണ്ട് ഇതിന്റെ അകത്ത്. അതൊക്കെ ഇപ്പൊ എന്താണ്, ഒരു കുട്ടീനെ പാമ്പ് കടിച്ചിട്ട് കൊണ്ടുപോകുന്ന സീനും, അല്ലെങ്കിൽ അതിനുശേഷം പൃഥ്വിരാജ് തിരിച്ച് ജീപ്പിൽ വന്നിട്ടുള്ള സീനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ എടുത്തു പറയാനാണെങ്കിൽ കുറെ സീനുകൾ ആക്ച്വലി ഇതിന്റെ അകത്ത് ഉണ്ട്. അപ്പൊ ഇതൊക്കെ
അപ്പൊ ഒരു പാക്കേജ് ആയിട്ട് ഒരു സിനിമ വരുമ്പോഴേ ഇതിനെ ആ ഒരു നോവല് പുസ്തകം വായിച്ചിട്ടില്ല, ഞാൻ പുസ്തകമൊന്നും വായിച്ചിട്ടില്ല. അപ്പൊ ഇത് എന്തായാലും പക്ക പുസ്തകം പോലെ അങ്ങ് വെക്കുക എന്നുള്ള സംഭവം അല്ല ചെയ്തിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള രീതിയിലാണ് ഈ സിനിമ ആക്ച്വലി എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതൊരു കൊമേഴ്ഷ്യൽ സിനിമ എന്നുള്ള രീതിയിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യുക. അതായത് അയ്യപ്പനും കോശി എന്നുള്ള രീതിയിൽ ആ സിനിമയെ വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ അത് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് പോവാതിരിക്കുക. രണ്ട്, ഇത് നിങ്ങൾ നോവൽ വായിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ പുസ്തകം വായിച്ചിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി നിങ്ങൾ അതേപടി എക്സ്പെക്ട് ചെയ്തുകൊണ്ട് പോകണ്ട. ഇത് കൊമേഴ്ഷ്യൽ ആയിട്ട് ഒരു സിനിമ അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് കംപ്ലീറ്റ്ലി എടുത്ത് ആക്ച്വലി വെച്ചിരിക്കുന്നത്. ആ രീതിയിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഇത് എൻജോയ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് എന്റെ കാര്യമേ പറയാൻ പറ്റുള്ളൂ. ഞാൻ ഇഷ്ടപ്പെട്ടു. ഞാൻ നിങ്ങളുടെ അടുത്ത് സാധ്യതകളെ കുറിച്ചിട്ടാണ് ആക്ച്വലി പറഞ്ഞത്. സോ ഇത് മനസ്സിൽ വെച്ചിട്ട് പോവുക. ഇത്രേ പറയാനുള്ളൂ. ബൈ ബൈ. എന്താ നടുത്ത പേര് കിട്ടുന്നില്ലടോ. ശരി.